കൂട്ടുകാരെ, നമുക്കിന്ന് നല്ല അടിപൊളി വറുത്തരച്ച ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ഞാനിവിടെ 1 കിലോ കോഴി ഇറച്ചി കൊണ്ടാണ് കറി ഉണ്ടാക്കുന്നത്. നമുക്കിനി അതിനുള്ള തേങ്ങ വറുത്തെടുക്കാം. ഇപ്പം ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലിനി 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാനൊരു 11 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 3/4 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇടുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇടാൻ കേട്ടോ മക്കളെ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 2 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുക്കാം, പെരിഞ്ജീരകം. 1/2 ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുക. ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കുക. 1 ഇഞ്ച് വലിപ്പമുള്ള പട്ട ചെറുതായിട്ട് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക. 5 ഗ്രാമ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ഇളക്കിയിട്ട് ചെറിയ തീ വെച്ച് വറുത്ത് ഒരു ബ്രൗൺ കളറിൽ ആക്കിയെടുക്കണം. അതുവരെ നമുക്ക് ചെറിയ തീയിൽ ഇളക്കി വറുത്തെടുക്കുക. നല്ല തീ വെച്ചാൽ തേങ്ങ വേകാതെ തന്നെ കരിഞ്ഞു വരും. അതുകൊണ്ടാണ് ചെറിയ തീയിൽ ഇളക്കി കൊടുക്കണം പറഞ്ഞത്. ഇപ്പം നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ കണ്ടില്ലേ, ഒന്ന് മാറി വരുന്നുണ്ട്. ഒന്നുകൂടി കളറ് നല്ല ഒന്ന് മാറി വരട്ടെ, എന്നിട്ട് നമുക്ക് ഇറക്കി വെക്കാം. ഇപ്പം നമ്മുടെ തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളറിലായിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് നമുക്കിനി ഇറക്കി വെക്കാം. തേങ്ങ ഒന്ന് ചൂടാറട്ട്. പക്ഷെ തേങ്ങ നല്ല ചൂടാറാൻ പാടില്ല, ചെറിയ ചൂടിൽ വേണം തേങ്ങ അരച്ചെടുക്കാൻ. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഈ തേങ്ങ അരയ്ക്കുമ്പോൾ വെള്ളം ഒന്നും ഒഴിക്കരുത്, ഇളക്കി അരച്ചാൽ മതി. 2-3 വട്ടം ഇളക്കിയിട്ടിട്ട് അരയ്ക്കുക. ഇതേ രീതിയിൽ എണ്ണ വരുന്ന രീതിയിൽ അരച്ചെടുക്കണം. നമ്മൾ ഒരു തുള്ളി വെള്ളം ഒന്നും ഒഴിക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, കുഴമ്പ് പോലായി. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. 1.5 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചിയാണ് കുനുകുന അരിഞ്ഞതിട്ട് കൊടുക്കുക. ഒരു 6 ഇല്ലി വെളുത്തുള്ളി, അത് ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കുക. ഞാനിവിടെ 2 പച്ചമുളക് 2 കീറിയത് ഇട്ട് കൊടുക്കുക. ഇനി ഒരു 2 തണ്ട് കരിവേപ്പില, അതും ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി ഒന്ന് പച്ചമുളകൊക്കെ ഒന്ന് മാറി വരട്ടെ. വല്ലാണ്ട് വാടണ്ട. ഇനി ഇതിൽ നമുക്ക് ഉള്ളിയും കൂടി ഇടാനുള്ളതാണ്. ഇപ്പം നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ 2 വലിയ ഉള്ളിയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഇളക്കി ഒന്ന് നന്നായിട്ട് വാട്ടി ഒരു ബ്രൗൺ കളറിൽ ആവണ വരെ നമുക്ക് ഇളക്കിയെടുക്കാം. ചെറിയ തീയും കുറച്ച് ചെറുതും കുറച്ച് വലുതുമായിട്ടുള്ള തീ വെക്കണം. ഇപ്പം നമ്മുടെ ഉള്ളി ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തിട്ട് വിടാതെ ഇളക്കാം. ഇത് ഞാൻ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. അതിന് നന്നായിട്ട് ഇളക്കി ഉടച്ചെടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വേണ്ട മസാലകൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഇതിൽ നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂണ് നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ മസാല. ഞാൻ ചിക്കൻ മസാല ഉണ്ടാക്കിയ വീഡിയോ ഇതിൻ്റെ താഴത്തുണ്ട്, എല്ലാവരും പോയി കാണണേ. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ചിക്കൻ മസാല ഇല്ലെങ്കിൽ മക്കൾ 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല ഇട്ടാലും മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ 2 മിനിറ്റ് ഇളക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കാം.
ഈ മസാലയൊക്കെ ഇറച്ചിയിൽ നന്നായിട്ട് പിടിക്കട്ടെ. അതുവരെ നമുക്ക് ഇത് തീ കത്തിച്ച് ഇളക്കി കൊടുക്കാം. ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് ഇറച്ചിയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. നമുക്കിനി ഇതിൽ 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ഇടാം. നമ്മൾ ഉള്ളിയിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ഇടുന്നത്. ഇനി നോക്കി ഇട്ടാൽ മതിയേ. ഇനി ഒന്ന് നമുക്ക് നന്നായിട്ട് മസാലയും ഇറച്ചിയും ഉപ്പും എല്ലാം പാടെ നമുക്കൊന്ന് മിക്സായി കിട്ടണം. അതിന് വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അതുവരെ നമുക്കിത് കത്തിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാം. മൂടിയിരുന്ന് വേകട്ടെ. 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ മക്കളെ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി തുറന്ന് കണ്ടില്ലേ, എണ്ണയൊക്കെ ഇങ്ങനെ പടർന്ന് നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കാം. ഇനി നമുക്കിതിൽ നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊക്കെ അരപ്പൊക്കെ ഒന്ന് കലങ്ങണ രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാലയൊക്കെ നല്ല മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് മീഡിയം തീയിൽ വേവിച്ചെടുക്കാം. പക്ഷെ ആദ്യത്തെ പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. വീണ്ടും നമ്മുടെ ഇറച്ചി വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി മണമുണ്ട് കേട്ടോ മക്കളെ. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഈ ഇറച്ചി വിളമ്പിയെടുക്കാൻ. അപ്പോഴേക്കും ആ മസാലയൊക്കെ ഇറച്ചിയിൽ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് കഷ്ണങ്ങളൊക്കെ വരട്ടെ. മക്കളെ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. ചിക്കൻ വാങ്ങാത്ത വീടുകൾ ഉണ്ടാവില്ല. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ.